ഹലോ, പോർക്ക് ഫ്രൈ അല്ലെങ്കിൽ പോർക്ക് വരട്ടിയതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. പോർക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഒന്നിൽ ഓവർനൈറ്റ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ മിനിമം 1 to 2 hours എങ്കിലും മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ടേസ്റ്റി ആയിരിക്കും. അപ്പം അതിനായിട്ട് ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്തത് ചേർക്കാം, മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഒരു പച്ചമുളക്, ചെറിയുള്ളി ക്രഷ് ചെയ്തത്, ഒരു വലിയ സവാള, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, കറിവേപ്പില, ഉപ്പ് ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. 2 ലിറ്ററിൻ്റെ ഒരു കുക്കറാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിലേക്ക് നമുക്ക് പോർക്ക് ചേർത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് 3 മുതൽ 8 വിസിൽ വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ചൂട് വെട്ടിയുള്ള ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചേർത്ത് കടുക് താളിച്ച് അതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് സവോള ആഡ് ചെയ്ത് കൊടുക്കാം. 3 സവോള ഞാൻ എടുത്തേക്കുന്നത്. കറിവേപ്പിലയും ഉപ്പും ചേർത്തിട്ട് ഒന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് മല്ലിപ്പൊടി, പെരുംജീരകപ്പൊടി, കാശ്മീരി മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി ഇവയൊക്കെ ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പോർക്ക് വേവിച്ച് ചേർത്ത് കൊടുക്കാം. സ്റ്റോക്കോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 10 to 20 മിനിറ്റ്സ് എടുത്ത് മീഡിയം ഫ്ലെയിമിൽ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക. വാങ്ങി വെക്കുന്നതിന് മുമ്പ് അല്പം പട്ടയും ക്ലോവ്സും കാടമവും പൊടിച്ചത് ചേർത്ത് പെരുംജീരകപ്പൊടിയും അല്പം കുരുമുളക് പൊടിയും കൂടി ചേർത്തെടുക്കുകയാണ്. അര നാരങ്ങ ഒന്ന് പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് കൂടി ഒന്ന് ചേർക്കുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു.